നിരന്തരം വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്ന ജനങ്ങളുടെ ക്ഷമ വനം വകുപ്പ് പരീക്ഷിക്കരുതെന്ന് SDPI മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി. കാളികാവ് അടക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗിന് പോയ തൊഴിലാളിയെ കടുവ കൊല്ലപ്പെടുത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് പുലർച്ചെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂർ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിയാണ് ഗഫൂറിനെ കടുവ കടിച്ചുകൊണ്ടുപോയെന്ന വിവരം അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ അകലെ നിന്നാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെടുത്തത്. റാവുത്തർകാവ് ഭാഗത്ത് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലാണ് സംഭവം. നിരന്തരം മലയോര മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം മൂലം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഇതുവരെ ശക്തമായ സംവിധാനം ഒരുക്കുവാൻ ആധുനിക കാലത്ത് സർക്കാരിന് കഴിയാത്തത് വിരോധാഭാസമാണെന്ന് സാദിഖ് നെടുത്തുടി പറഞ്ഞു. ഇല്ലാത്ത മാവോയിസ്റ്റ് ഭീഷണിക്കെതിരെ മലയോര മേഖലയിലടക്കം കോടികൾ പാഴാക്കുന്ന ഭരണകൂടം വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിരന്തരം മലയോര മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നതിനെതിരെ SDPI ശക്തമായി രംഗത്തുണ്ടായിരുന്നു. ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടും ഗൗരവത്തിലെടുക്കാത്തതാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിസ്സംഗതയ്ക്ക് മുന്നിൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇനി കഴിയില്ലെന്നും മനുഷ്യജീവന്റെ വില കൽപ്പിക്കാത്ത ഭരണാധികാരികളുടെ മുന്നിൽ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് SDPI നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.